തട്ടുകൾ ഇങ്ങനെ തളികകൾ പൊതിഞ്ഞു വെച്ചിരിക്കുന്നു, അതേ തോർത്തുകൊണ്ട് പൊതിഞ്ഞിരിക്കുന്നു. കന്നഹുന്ന മിന്നൂർ, ആ തളികകളൊക്കെ നല്ല പ്രകാശം ചുരത്തുന്ന തളികകളാണ്. ഓരോ ആളുകളും വന്നിട്ട് ഇതിൽ നിന്ന് ഓരോ തളിക എടുത്തുകൊണ്ടുപോയി. ഖബറിൽ നിന്ന് പുറത്തിറങ്ങിയ ആളുകൾ, ഖബറിൽ നിന്ന് പുറത്തേക്ക് വന്ന ആളുകൾ മലക്കുകളുടെ കൈകളിൽ നിന്ന് ഓരോ തളിക സ്വീകരിച്ചങ്ങനെ കൊണ്ടുപോവുകയാണ്. അതേ സമയത്ത് ഈ ചെറുപ്പക്കാരൻ ഖബറിൽ നിന്ന് പുറത്തു വന്നില്ല. ഒരാളും അയാൾക്കൊരു സംഭാവനയും കൊടുത്തയച്ചിട്ടില്ല. അയാൾ ദുഃഖിതനായി വളരെയധികം വിഷമിച്ചുകൊണ്ട് ഖബറിന്റെ ഉള്ളിലേക്ക് തന്നെ പോവുകയാണ്. ഞാൻ ചോദിച്ചു, ഓ മനുഷ്യ, നീ ആരാണ്? നിനക്കെന്താണ് വിഷമം? നിനക്കൊരു തളികയും കിട്ടിയില്ലല്ലോ. മറ്റുള്ളവരൊക്കെ ഓരോ തളികകൾ മലക്കുകളെ കയ്യിൽ നിന്ന് വാങ്ങിക്കൊണ്ടു പോകുന്നത് കണ്ടല്ലോ. എന്ത് സംഭവിച്ചു നിനക്ക്? ആ സമയത്ത് പറഞ്ഞു, അതേ ആ തളികകളേതാണെന്നറിയോ? തിൽക സ്വദഖാത്തുൽ അഹ്യാഇ വദുആഉഹും ലിമൗതാഹും. മലക്കുകൾ കൊണ്ടുവന്നു കൊടുത്ത തളികകൾ, പാത്രങ്ങൾ, ജീവിച്ചിരിക്കുന്ന ആളുകൾ മരിച്ചവർക്ക് വേണ്ടി നൽകിയ പ്രാർത്ഥനകളാണ്, ദാനധർമ്മങ്ങളാണ്. എല്ലാ ദിവസവും അവർക്കത് വരുന്നു. ഫീ കുല്ലി ലൈലത്തി ജുമുഅത്തിൻ വയൗമിഹാ, വെള്ളിയാഴ്ച രാവിലും വെള്ളിയാഴ്ച പകലിലും ഒരാഴ്ചത്തെ സംഭാവനകൾ മൊത്തം കൊണ്ടുവന്ന് മലക്കുകൾ കൊടുക്കുകയാണ്. സന്തോഷത്തോടെ ഓരോരുത്തരും അത് ഏറ്റുവാങ്ങുകയാണ്. പിന്നെ ചോദിച്ചു, നിനക്കെന്താണ്? ആരും ഇങ്ങനെ കൊടുത്തേക്കാനില്ലേ? ഉടനെ ചെറുപ്പക്കാരൻ പറഞ്ഞു, എനിക്കൊരു മാതാവുണ്ട്. പക്ഷേ ഞാൻ മരണപ്പെട്ടു പോരുന്ന സമയത്ത് എന്റെ മാതാവ് നന്നേ ചെറുപ്പക്കാരിയായ ഉമ്മയാണ്. വേറൊരു വിവാഹം ചെയ്തു. പിന്നെ എന്നെ ഓർമ്മയില്ല. പൊതുജീവിതത്തിൽ പുതിയ മക്കളുമായിട്ട് ഉമ്മ അങ്ങനെ കഴിഞ്ഞുകൂടുകയാണ്. എന്റെ ഉമ്മാക്കിപ്പ എന്നെ ഓർമ്മയില്ല. അതുകൊണ്ട് തന്നെ എനിക്കൊരു ദുആവും കിട്ടാറില്ല, എനിക്കൊരു സംഭാവനയും വരാറില്ല. സ്വാലിഹുൽ മുദ്ദി റളിയല്ലാഹു അൻഹു ഈ ചെറുപ്പക്കാരനോട് വീടന്വേഷിച്ചു. ആ വീടന്വേഷിച്ച് മഹാനവറുകൾ പുറപ്പെട്ടു. അതേ പറഞ്ഞ സ്ഥലം കണ്ടെത്തിയപ്പോൾ ആ വീട്ടിലേക്ക് കയറിയിട്ട് ഉമ്മയോട് പറഞ്ഞു, നിങ്ങളെ മകന്റെ കാര്യം പറയാനാ ഞാൻ വന്നത്. ഇന്നലെ വെള്ളിയാഴ്ച രാവിൽ മലക്കുകൾ ഒരുപാട് തളികകളിലാക്കി ജീവിച്ചിരിക്കുന്ന ആളുകളുടെ സംഭാവനകൾ മരിച്ചവർക്ക് വേണ്ടിയുള്ളത് ദുആവും സ്വദഖയും ഒക്കെ ഓരോ തട്ടാക്കി കൊണ്ടുവന്ന് കൊടുക്കുമ്പോ നിങ്ങളെ മകന് മാത്രം വെറും കൈയോടെ മടങ്ങേണ്ടി വന്നു. ഒന്നും കിട്ടിയിട്ടില്ല. കൊടുക്കാനുള്ള ഒരാൾ നിങ്ങളാണ്. നിങ്ങളോ പൊതുവിവാഹത്തിന്റെ പൊതുജീവിതത്തിന്റെ സന്തോഷത്തില് പുതിയ മക്കളുമായി ഭർത്താവുമായി സല്ലപിച്ച് മുന്നോട്ട് നീങ്ങുന്നു. മരിച്ച മകനെ കുറിച്ച് നിങ്ങൾക്ക് ഓർമ്മയില്ലല്ലോ. ആ ഉമ്മ കരഞ്ഞുപോയി. കരഞ്ഞിട്ട് കവിൾത്തടം മുഴുവനും കണ്ണീരിങ്ങനെ ഉറ്റിയിട്ട് പറഞ്ഞു, അതേ അതെന്റെ മോനാണ്. എനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യ വിവാഹത്തിൽ തന്നൊരു മോനാണ്. ഞാൻ നല്ലവണ്ണം പോറ്റി വളർത്തിയ മോനാണ്. പിന്നെ ഉമ്മ സ്വാലിഹുൽ മുർരി തങ്ങളെ കയ്യിലേക്ക് 1000 ദിർഹം കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, എന്റെ മകന് സന്തോഷം കിട്ടാൻ ഈ ഒരു 1000 ദിർഹം നിങ്ങൾ സ്വതക്ക ചെയ്യണേ. എന്റെ മകൻ എന്റെ ജീവിതകാലത്തിന്റെ അവസാനം വരെ എന്റെ മകന് സന്തോഷം കിട്ടണം. ഇനി ഞാൻ എന്റെ പ്രാർത്ഥനയിൽ എന്റെ മോനെ മറക്കൂല, ദാനധർമ്മങ്ങളിൽ മറക്കൂല. സ്വാലിഹുൽ മുദ്ദി തങ്ങൾ പറയാണ്, 1000 ദിർഹം ഞാൻ സംഭാവന ചെയ്തു. പിറ്റത്തെ വെള്ളിയാഴ്ച ദിവസം ഞാൻ അതേ ജുമുഅത്ത് പള്ളിയിൽ നിസ്കരിക്കാൻ വേണ്ടി പോയി. മഖ്ബറയിൽ പോയി സിയാറത്ത് കഴിഞ്ഞ് മഖ്ബറയുടെ ഒരു ഭാഗത്ത് ഞാൻ എങ്ങനെ ഇരുന്നപ്പോൾ തൊട്ടടുത്തുള്ള ഖബർ പിളർന്നു വന്നു. ആ ഖബറിൽ നിന്ന് ചെറുപ്പക്കാരൻ എന്റെ അടുത്തേക്ക് ഇങ്ങനെ നടന്നു വരുന്ന രംഗം ഞാൻ കാണുന്നു. ഞാൻ ഉറക്കത്തിലാണ്. പക്ഷെ ആ ചെറുപ്പക്കാരൻ നല്ല വെളുത്ത വസ്ത്രം ധരിച്ചിട്ടുണ്ട്. നല്ല സന്തോഷത്തോടെ വന്നിട്ട് പറയുന്നുണ്ട്, സ്വാലിഹുൽ മുർരി തങ്ങളെ, ജസാക്കല്ലാഹു അന്നീ ഖൈറാ, അല്ലാഹു നിങ്ങൾക്ക് ഒരുപാട് നന്മ തരട്ടെ. നിങ്ങൾ എന്റെ ഉമ്മ നിങ്ങളടുത്തേക്ക് തന്ന സ്വതക്കയുണ്ടല്ലോ, 1000 ദിർഹം അതെനിക്ക് കിട്ടിപ്പോയി. സന്തോഷത്തിലാണ്. സ്വാലിഹുൽ മുർരി തങ്ങൾ ചോദിച്ചു, നിങ്ങൾക്ക് വെള്ളിയാഴ്ച ദിവസമൊക്കെ പരിചയമുണ്ടോ? നിങ്ങളെക്കാൾ വെള്ളിയാഴ്ച ഞങ്ങൾക്കറിവുണ്ട്. ധാരാളം സ്വതക്ക വരുന്ന ദിവസമാണ്, പ്രാർത്ഥന വരുന്ന ദിവസമാണ്. അന്തരീക്ഷത്തിലൂടെ പറക്കുന്ന പക്ഷികൾ പോലും വെള്ളിയാഴ്ച പരിചയമുള്ളവരാണ്. ആ പക്ഷികൾ പറയുന്നുണ്ട്, സലാമുൻ സലാം ലിയൗമിൻ സ്വാലിഹ്. വെള്ളിയാഴ്ചയായാൽ പക്ഷികൾ പറയാറുണ്ട്,
ഇന്ന് നല്ല ദിവസമാണ്, സമാധാനത്തിന്റെ ദിവസമാണ്, ഖബർ ശിക്ഷയിൽ ഇളവ് ലഭിക്കുന്ന ദിവസമാണ്. ഖബർ ജീവിതത്തിൽ സന്തോഷമുണ്ടാകാനുള്ള സൂറത്തുകൾ നമ്മൾ പതിവായി ഓതണം. തബാറക സൂറത്തും സൂറത്തു സജദയും അതുപോലെ തന്നെ ഇദാ വഖഅത്തി സൂറത്തും. ഇതൊന്നും ഓതാതെ ഒരു ദിവസവും ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഉറങ്ങാറില്ല. നമ്മുടെ ജീവിതത്തിലും അത് പതിവാക്കണം. ഒഴിവ് കിട്ടുന്ന നേരത്തൊക്കെ പള്ളിയിൽ ചെന്നാൽ ശമ്പളവും മറ്റൊന്നും ഉദ്ദേശിക്കാതെ അല്ലാഹുവിന്റെ പൊരുത്തം പ്രതീക്ഷിച്ച് നല്ല വാങ്ങു കൊടുക്കണം. അത് സന്തോഷത്തിന്റെ ഒരു അമലാണ്, ഖബറിൽ തിളക്കമാർന്നൊരു അമലാണ്. ഞാനിപ്പോ നീട്ടിപ്പരത്തി സംസാരിക്കുന്നില്ല. ഉമ്മമാരെ, വീട്ടിൽ വെച്ച് ജമാഅത്ത് നിസ്കാരം നടത്തണം. ഖബറിൽ പ്രകാശിക്കുന്ന ഒരു അമലാണ് ജമാഅത്ത് നിസ്കാരം. മക്കളെ ഉപയോഗിച്ച്, പേരമക്കളെ ഉപയോഗിച്ച് നിങ്ങൾ ജമാഅത്ത് നിസ്കരിക്കണം. പ്രായപൂർത്തിയെത്തിയ പുരുഷന്മാരെ പള്ളിയിലേക്ക് പ്രചോദനത്തോടെ പറഞ്ഞേക്കണം. വീട്ടിലുള്ള പെൺകുട്ടികളില്ലേ, മരുമക്കളില്ലേ, അവരെ ഉപയോഗിച്ചവിടെ ജമാഅത്ത് നടത്തണം. ചെറിയ കുട്ടികളില്ലേ, 4ാം ക്ലാസ്സിലും 5ാം ക്ലാസ്സിലും ഒക്കെ പഠിക്കുന്ന, അവരെ കൂട്ടിയിട്ട് ജമാഅത്ത് നിർവഹിക്കണം. ഖബറിൽ പ്രകാശമുള്ള അമലാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. പള്ളിയുമായി ബന്ധപ്പെട്ട ഏത് കർമ്മങ്ങൾക്കും ഖബറിൽ വലിയ പ്രകാശമുണ്ട്, വലിയ